ഇലക്ട്രോണിക് ത്രോട്ടിൽ ബോഡി ഇല്ലാത്ത പെട്രോൾ എഞ്ചിനുകളിൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ മാത്രമാണ് ആക്സിലറേറ്റർ പെഡലിൽ നിന്നുള്ള കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന ത്രോട്ടിൽ ബോഡിയിലെ വാൾവ് തുറക്കുകയും ആ തുറന്ന ഭാഗത്തിലൂടെ എയർ എഞ്ചിൻ സിലിണ്ടറിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഈ ത്രോട്ടിൽ ബോഡിയാണ് എഞ്ചിനിലേക്ക് എത്തുന്ന എയറിനെ നിയന്ത്രിക്കുന്നത്. എന്നാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റാർട്ട് ചെയ്ത് ഐഡ്ലിംഗിൽ നിർത്തിയിടുമ്പോഴും നമ്മൾ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്യുന്നില്ല. ഈ സമയവും എഞ്ചിൻ കുറഞ്ഞ RPM-ൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമയവും എഞ്ചിൻ പ്രവർത്തിക്കുന്നതിന് എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് എയർ എത്തണം. ഇതിനാണ് ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ഐഡിയലിംഗിൽ നിൽക്കുന്ന സമയത്ത് കുറഞ്ഞ RPM-ലായിരിക്കും എഞ്ചിൻ പ്രവർത്തിക്കുക. അപ്പോൾ കുറഞ്ഞ അളവിൽ എയർ മാത്രമേ എഞ്ചിനിലേക്ക് എത്തേണ്ടതുള്ളൂ. എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് തുറക്കുകയും പുറത്തുനിന്നുള്ള എയറിനെ ത്രോട്ടിൽ ബോഡിയിലെ തന്നെ മറ്റൊരു വഴിയിലൂടെ എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് എത്തിക്കുകയും ചെയ്യും. തണുത്ത അവസ്ഥയിലിരിക്കുന്ന എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിനുള്ളിൽ ജ്വലനം എളുപ്പമാക്കുന്നതിന് വേണ്ടി കൂടുതൽ അളവിൽ ഫ്യൂവൽ എഞ്ചിൻ സിലിണ്ടറുകളിലേക്ക് എത്തിക്കും. അതുമാത്രമല്ല, എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്തുന്നതുവരെ ഐഡ്ലിംഗ് അവസ്ഥയിൽ തന്നെ RPM കൂടുകയും പിന്നീട് പതിയെ കുറയുകയും ചെയ്യും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ട് AC ഓൺ ചെയ്യുന്ന സമയങ്ങളിലും എഞ്ചിനിലേക്ക് ലോഡ് വരുന്നതിനനുസരിച്ച് RPM കൂടുന്നത് കാണാം. ഈ സമയങ്ങളിലൊക്കെ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനുള്ള എയർ എത്തിക്കുന്നത് ഐഡിയൽ എയർ കൺട്രോൾ വാൽവിലൂടെയാണ്. ഐഡ്ലിംഗിൽ RPM-ലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് എഞ്ചിനിലേക്ക് എത്തുന്ന എയറിന്റെ അളവ് ക്രമീകരിക്കുന്നത് ഈ വാൽവിനെ മുഴുവനായോ ഭാഗികമായോ തുറന്നുകൊണ്ടാണ്. എഞ്ചിൻ കൺട്രോൾ യൂണിറ്റാണ് വാൽവിനെ നിയന്ത്രിക്കുന്നത്.